ഹായ്, ഗുഡ് മോർണിംഗ്. August 15 അതൊന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മളും കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു മോർണിംഗിൽ തന്നെ നിങ്ങളോട് സ്വാതന്ത്ര്യം ഇന്നാണ് 1900 ഇന്ത്യൻ റിപ്പബ്ലിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദിവസമാണ്. August 15 ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്ന മലയാളം ജമൈക്കയിൽ ആഘോഷിക്കുന്ന ദേശീയ അവധിയാണ്. ജമൈക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അങ്ങനെ ഇന്ത്യക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ ബ്രിട്ടീഷ് ഭരണം അതായത് അവസാനിപ്പിച്ച ഇന്ത്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയത് 1947. ഇന്ത്യൻ ഒരു സ്വാതന്ത്ര്യ രാജ്യമായതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരു മോർണിംഗ് നമ്മൾ ആഘോഷിക്കപ്പെടും. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്ന ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധി ആണ്. രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യക്ക് ദേശീയ പതാക ഉയർത്തുന്ന ദിവസം കൂടിയാണ്. നമുക്ക് ദേശീയ പതാകയൊന്നുമില്ല, നമ്മൾ ഒരു ചെറിയ കൊടി വെച്ചുകൊണ്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തിരിക്കുന്നു. കാരണം ഈ ഒരു സമയത്താണ് നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾ ഒരു ഇന്ത്യക്കാരാണെന്നും നമ്മളൊരു സഹോദരന്മാരാണെന്നും ഒക്കെ നമുക്ക് ഓർമ്മപ്പെടുന്നത് അങ്ങനെയാണ്. നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. നല്ലൊരു ചായ. അപ്പോ ഈ ഒരു സന്തോഷവേളയിൽ ഈ ഒരു സംഭവത്തിന് മുന്നിൽ നമുക്ക് അടിയറ വെക്കാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്ത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യണം. അത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഡിപെൻഡൻസ് ഡേ എന്ന ഒരു മെസ്സേജ് എല്ലാ രാജ്യക്കാരും ഭാരതത്തിന്റെ ഒരു രീതിയാണ്. ഇപ്പോ 2025 സ്വാതന്ത്ര്യം 79ാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പൈതൃകത്തെ അഭിമാനത്തോടും ഐക്യത്തോടും കൂടി നമുക്ക് ആരംഭിക്കാം. 2025 August 15 വെള്ളിയാഴ്ചയാണ്. അതായത് ഇന്ന് ഇന്ത്യ 79ാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ 7:30 ഡൽഹിയിൽ ചെങ്കൊടിയിൽ സ്വാതന്ത്ര്യ പ്രസംഗം നടത്തും. ഈ ചടങ്ങ് പ്രധാന ചാനലുകളിലെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്യും. അതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. ആ ചെങ്കൊടി ഓറഞ്ചും വെള്ളയും പച്ചയും ചേർന്ന നമ്മുടെ ഈ ഒരു കൊടിയാണ് എന്നതാണ് നമ്മുടെ കാര്യം. ഈ ഒരു കൊടിക്ക് ആ ഒരു ചെങ്കൊടിയുടെ നിറമുണ്ട്. ആ ചെങ്കൊടിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്, കേൾക്കുന്നത്. ഈ ഒരു കൊടിക്കാണ് നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സമൂഹത്ത് ഈ കൊടിക്ക് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് സ്വാതന്ത്ര്യം നേടുക, സമത്വത്തിൽ ജീവിക്കുക, ഐക്യത്തിൽ മുന്നേറുക എന്ന ആ ഒരു ടാഗ് ലൈൻ നമുക്ക് മാറിയിട്ടില്ല. എന്നാലും നമുക്ക് സ്വാതന്ത്ര്യം അങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല എന്നതാണ് അതിന്റെ മറ്റൊരു കാര്യം. അപ്പോ ഈ 2025 സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കണം. ഇപ്പൊ ബിഗ് ബോസും
കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും ഇന്ന് കുറെ സിനിമകളും നിരത്തിലിറങ്ങുന്ന ഒരു ദിവസം കൂടിയാണ്. കൂലി, വാർ അങ്ങനെയുള്ള സിനിമകളും ഈ ഇൻഡസ്ട്രി മേഖലകളിൽ തുടക്കം കുറിക്കുകയാണ്. അപ്പോ ഈ ആഗസ്റ്റ് 15 എന്ന് പറയുന്നു നമുക്കൊരു ചെറിയ ഗാനങ്ങളും ആരംഭിക്കാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബി സിന്ധ ഗുജറാട്ട മറാഠ രാവിയ ഉച്ചര ഗംഗ ഉച്ചയമുന ഗംഗ തപ ശിവ നാമ ജാഗേ തപ ശിവ ആശിഷ മാഗേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ എന്നൊരു ചെറിയൊരു ഗാനം, അതായത് ദേശീയ ഗാനം എന്ന് പറയപ്പെടുന്ന അത് നമ്മൾ പാടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഒരു സ്വാതന്ത്ര്യ വിപ്ലവം നമുക്ക് നടത്തുക. അത് സ്വാതന്ത്ര്യം നേടിയ ഗാന്ധിജി നമുക്ക് 1947 ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ സ്വാതന്ത്ര്യം ഇന്നും നമുക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസപ്പെട്ട് പറയാൻ പറ്റും. നമുക്ക് വളരെ 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 അതിന്റെ ആ സ്വാതന്ത്ര്യം മലയാളികൾക്ക് സമ്പൂർണമായിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നൊരു വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട്, വെള്ളിയാഴ്ചയാണ് സ്വാതന്ത്ര്യം, അതിന്റെ ഒരു പവിത്രത നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ ഇങ്ങനെയുള്ള ആഘോഷങ്ങളും ഫ്രൈഡേ ആണ് നടക്കാറുള്ളത്. ഫ്രൈഡേ തന്നെ നടന്നു നന്നായൊരു ആഗസ്റ്റ് 15 മാറട്ടെ. നിങ്ങൾക്കെങ്ങനെയാണ്? എനിക്കും നിങ്ങളെപ്പോലുള്ള ആഘോഷങ്ങൾ ഒരുപാട് കൊണ്ടാടാറില്ല. കാരണം നമുക്കെല്ലാം ഇവിടെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ആഘോഷങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻഡിപെൻഡൻസ് ഡേ, അതായത് ആഗസ്റ്റ് 15 ആഘോഷങ്ങൾ നിറവേറട്ടെ എന്ന് കരുതി പുതിയൊരു സ്വാതന്ത്ര്യത്തിന് 2025 വെൽക്കം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.